Hi everyone, the next topic, Bresenham'S line drawing algorithm. So in this session, we are going to discussing about some basics, drawbacks of DD algorithm. We already discussed derivation of Bresenham'S. Next one is the Bresenham'S algorithm and some examples. Basics നാത്ത് നമുക്ക് നോക്കാനുള്ളത് ഫസ്റ്റ് വൺ ലൈൻ ആണ്. ലൈൻ നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലൈൻ, സ്ലോപ്പ് ഓഫ് എ ലൈൻ, ഇക്വേഷൻ ഓഫ് ദ ലൈൻ y is equal to mx plus c, equation of the line, then value of slope, this slope value m, if it is less than 1 or greater than 1, how we can draw the lines, or m is equal to 1, that already we discussed. Next, this y is equal to mx plus v. This is a vector form. So in the screen we having pixels. So we cannot draw that y is equal to mx plus v equation into a pixel form. So in the screen we are going, or we see that a lot of pixels are there. So when the pixels is glowing, you will get a line. നമുക്ക് ഈ വെക്റ്റർ ഫോമിലുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല, പിക്സൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് പിക്സൽ ഫോമിൽ വേണ്ട എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പി പിക്സലാണ് ഗ്ലോ ചെയ്യുന്നതെങ്കിൽ 1 2 1 2 2 2 എന്നുള്ള ഫോമിലായിരിക്കും നമുക്ക് പിക്സൽ ഗ്ലോ ചെയ്യുന്നത്. അപ്പം ഇതിനാണ് നമ്മൾ പറയുന്നത് എന്ത്, റാസ്റ്റർ എന്ന് പറയും. വെക്ടറിലുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം, റാസ്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ക്രീനകത്ത് പിക്സലായിട്ട് ഗ്ലോ ചെയ്യുന്നത്. സോ കൺവേർട്ടിങ് എ വെക്ടർ ടു റാസ്റ്റർ ഈസ് കോൾഡ് ആസ് റാസ്റ്ററൈസേഷൻ. വെക്ടറിനെ റാസ്റ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്താ പറയുന്നത്, റാസ്റ്ററൈസേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ലൈൻ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈൻ ഇക്വേഷനകത്ത് നമുക്ക് സ്ലോപ്പിൻ്റെ വാല്യൂവും ഒരു കോൺസ്റ്റൻറ്റും ഓൾറെഡി ഉണ്ടെങ്കിൽ എക്സ് ആൻഡ് വൈയുടെ വാല്യൂസ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലൈൻ ഇക്വേഷനകത്ത് നിന്നും നമുക്ക് ഈ റാസ്റ്റർ വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. y is equal to mx plus c. ഇക്വേഷനകത്ത് നമുക്ക് സ്ലോപ്പും ഒരു കോൺസ്റ്റൻറ്റും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എക്സിൻ്റെയോ വൈയുടെയോ വാല്യൂസിനകത്ത് നമ്മൾ സാമ്പിളിങ് ചെയ്യണം. സോ യു ഹാവ് ടു ആഡ് ദ സാമ്പിളിങ് ദ വാല്യൂ. അങ്ങനെ നമ്മൾ സാമ്പിൾ ചെയ്യുന്നു. ഒരു ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ സാമ്പിൾ ചെയ്തിട്ട് വൈയുടെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മൾ നോക്കുകയാണ്, ഇപ്പോൾ ഒരു ലൈൻ ഇങ്ങനെയാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, സ്ലോപ്പ് ഈസ് ലെസ് ദാൻ 1 ആണ്. ഇപ്പോൾ ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്, എക്സിൻ്റെ വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത് കൂടുതലായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിൻ്റെ വാല്യൂവിനെ സാമ്പിൾ ചെയ്തിട്ട് വൈയുടെ വാല്യൂവിനെ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 2 3 4 എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷെ വൈയുടെ വാല്യൂ എന്ത് ചെയ്യുന്നില്ല, കുറച്ച് മാത്രമേ, കമ്പയർ ടു എക്സ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, കുറച്ച് മാത്രമേ ഇൻക്രീസ് ചെയ്യും. ഇപ്പം നമുക്ക് സാമ്പിൾ ചെയ്യേണ്ട വാല്യൂ എന്തായിരിക്കും, വൈയുടെ വാല്യൂ വളരെ കുറച്ചായിരിക്കും. അതേപോലെ ഇപ്പം സ്ലോപ്പ് ഗ്രേറ്റർ ദാൻ 1 ആവുകയാണെങ്കിൽ എന്തായിരിക്കും, വൈയുടെ വാല്യൂസ് ആയിരിക്കും നമ്മൾ സാമ്പിളിങ്ങിനകത്ത് കൂടുതലായിട്ടും ഇൻക്രീസ് ചെയ്തിട്ട് വരുന്നത്. ഇപ്പം സ്ലോപ്പ് ഈക്വൽ ടു 1 ആവുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും, വൈയുടെ വാല്യൂയും ഒരേപോലെ തന്നെ ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മൾ ബേസിക് പോയിന്റ്സ് ഈ അൽഗോരിതം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. പിന്നെ നെക്സ്റ്റ് വരുന്നൊരു കാര്യമാണ്, ഒരു ലൈൻ നമ്മൾ ഡ്രോ ചെയ്യുമ്പം നമ്മൾ പിക്സൽസ് ഗ്ലോ ചെയ്യും. ഇതൊരു ഫസ്റ്റ് നമ്മൾ ഈ പിക്സൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈൻ ഗോയിങ് ലൈക്ക് ദിസ് ആണെങ്കിൽ നെക്സ്റ്റ് ഈ പിക്സൽ ഗ്ലോ ചെയ്യണം. നമ്മളപ്പം ഡിസൈഡ് ചെയ്യണം, ഇപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ ഇവിടെ ആണെങ്കിൽ വെദർ ഇതാണോ ഗ്ലോ ചെയ്യേണ്ടത്, ഇതാണോ ഗ്ലോ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, ഡിസിഷൻ പാരാമീറ്റർ നമ്മൾ ടേക്ക് ചെയ്യേണ്ടി വരും. അപ്പം അത് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്, ബ്രെസൻഹാംസ് ലൈൻ അൽഗോരിതത്തിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡ്രോബാക്സ് ഓഫ് DD അൽഗോരിതം നോക്കാം. ഇപ്പം നമുക്ക് എക്സ് ഇൻറ്റിജർ കണ്ടുപിടിക്കാനുള്ള, അല്ലെങ്കിൽ എക്സ് ഇൻക്രിമെൻറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ സ്റ്റെപ്പും y ഇൻക്രിമെൻറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡിവൈഡ് ബൈ സ്റ്റെപ്പ് വരും. സോ ഇതിൽ നിന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഡിവിഷൻ ഓപ്പറേഷനാണ് നടക്കുന്നത്. ഇപ്പോൾ ഡിവിഷൻ ഓപ്പറേഷൻ നടക്കുമ്പോൾ എന്തുണ്ട്, ഫ്ലോട്ട്
റിസൾട്ട്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഫ്ലോട്ട് റിസൾട്ട്സ് വരുമ്പം നമ്മൾ ചെയ്യുന്നത് സ്ക്രീനിനകത്ത് വരുന്ന എന്തായിരിക്കും, ഇൻറ്റിജർ വാല്യൂസ് ആയിരിക്കും. നമ്മൾ പിക്സൽസ് ഗ്ലോ ചെയ്യുന്നതിൽ എന്താണ് 1 2 3 എന്ന് പറയുന്നുള്ള ഇൻറ്റിജർ വാല്യൂസ് ആണ്. അപ്പോൾ ഫ്ലോട്ട് റിസൾട്ട്സിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോട്ട് റിസൾട്ടിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ട് നെക്സ്റ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡെസിമൽ വാല്യൂസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഡെസിമൽ വാല്യൂസിനെ ഇൻറ്റിജർ വാല്യൂയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് പുതിയ വാല്യൂസ്. നമുക്ക് 1.2 കിട്ടുകയാണെങ്കിൽ നമ്മളതിനെ 1 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ പർട്ടിക്കുലർ പിക്സൽ ഗ്ലോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന ഫ്ലോട്ടിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ബ്രെസൻഹാംസ് ലൈൻ അൽഗോരിതം യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഫസ്റ്റ് ഡ്രോബാക്ക് ആണ് എന്തുണ്ടാകുന്നത്, ഡിവിഷൻ വരുന്നത് കൊണ്ട് ഇതിനകത്ത് ഫ്ലോട്ട് റിസൾട്ട്സ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. നെക്സ്റ്റ് സെക്കൻഡ് ഡ്രോബാക്ക് എന്ന് പറയുമ്പം നമ്മൾ ഈ ഫ്ലോട്ട് വാല്യൂവിനെ പ്രോസസ്സ് ചെയ്യാൻ എടുക്കുന്ന ടൈംസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. പ്രോസസ്സിങ് ടൈം ഫോർ ഫ്ലോട്ട് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. കാരണം ഇതിനകത്ത് ഡിവിഷൻ വരുന്നതുകൊണ്ട് ഫ്രാക്ഷണൽ വാല്യൂസിനെ ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയൊക്കെയുള്ള പ്രോസസ്സിങ് ചെയ്യുന്നത് എന്നായിരിക്കും വളരെ കൂടുതലായിരിക്കും ഈ കമ്പയർഡ് ടു ദ ഇൻറ്റിജർ വാല്യൂസിനെ നമ്മൾ പ്രോസസ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഡ്രോബാക്സ് ആണ് ഇതിനകത്ത് വരുന്നത്, DD അൽഗോരിതത്തിൽ വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഡ്രോബാക്സിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബ്രെസൻഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം യൂസ് ചെയ്യും. സോ y is equal to mx plus c. This is the line equation. അപ്പോൾ നമുക്കൊരു സ്മൂത്ത് ലൈൻ കിട്ടണമെങ്കിൽ, അതായത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു സ്മൂത്ത് ലൈനാണ്. ദിസ് സ്റ്റാർട്ടിങ് ഫ്രം ദ പിക്സൽ 1 നിന്ന് തുടങ്ങിയിട്ടാണ് ഈ ലൈൻ പോകുന്നത്. നമുക്കൊരു സ്മൂത്ത് ലൈൻ കിട്ടണമെങ്കിൽ ഫസ്റ്റ് പോയിന്റ് 1 ആണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എക്സാക്റ്റ് പോയിന്റ് എവിടെയാണെന്ന് നമുക്ക് ഇത് എക്സാക്ട്ലി ഏത് പിക്സലാണ് നമ്മൾ എടുത്താലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു സ്മൂത്ത് ലൈൻ കിട്ടുന്നത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് സെക്കൻഡിലെ ഇത് പോയിരിക്കുന്നത് പാർഷ്യലി രണ്ടാമത്തെ പിക്സലിനും അതേപോലെ y ആക്സിസിലെ രണ്ടാമത്തെ പിക്സലിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ലൈനിനകത്ത് പാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് പിക്സൽസിനും ഇടയ്ക്ക് എന്തുണ്ടെന്ന്, ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമാജിൻ ചെയ്യും. പക്ഷേ റിയൽ ആയിട്ട് സ്ക്രീനിനകത്ത് രണ്ട് പിക്സലിന് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കാണത്തില്ല. പക്ഷെ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ് ഈ ഗ്യാപ്പ് ഈസ് ഇൻ ബിറ്റ്വീൻ ദ 2 പിക്സൽസ്. അപ്പം അങ്ങനെയുള്ള രണ്ട് പിക്സൽസിന് ഇടയ്ക്കൂടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ബ്രെസൻഹാംസ് പറയുന്നത് വി ഷുഡ് ടേക്ക് ദ നിയറസ്റ്റ് പിക്സൽ. അപ്പോൾ ഇതാണ് നമ്മൾ പർട്ടിക്കുലർ പോയിന്റ് എങ്കിൽ ഇതിന് നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഏത് പിക്സലാണോ അതാണ് ടേക്ക് ചെയ്തിട്ട് ക്ലോ ചെയ്യേണ്ടതാണ് എന്ത് പറയുന്നത്, ബ്രെസൻഹാംസ് അൽഗോരിതത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്കത് പക്ഷേ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റത്തില്ല, ഏതായാലും നിയറസ്റ്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. സോ വി ഡോണ്ട് നോ ദാറ്റ് ഹൗ മച്ച് അല്ലെങ്കിൽ ഹൗ ടു know the nearest pixel we have to use. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഡെറിവേഷൻ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ഫിഗർ കൺസിഡർ ചെയ്യുന്നു. നമ്മുടെ ലൈൻ ഇക്വേഷൻ ഉണ്ട് y is equal to mx plus c. ഫസ്റ്റ് എന്ത് ചെയ്യാണ്, ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വി വിൽ സ്റ്റാർട്ടിങ് ഫ്രം ദിസ് പിക്സൽ. സോ x of k ആൻഡ് y of k. സോ നെക്സ്റ്റ് പിക്സൽ വിൽ ബി x of k plus 1 ആൻഡ് ഇവിടുത്തെ എന്ന് പറയുന്നത് y of k plus 1. സോ ദിസ് ഈസ് ദ പോയിന്റ് y. നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്ന പിക്സൽ. അപ്പോൾ ഈ പിക്സൽ നമുക്ക് കൊടുക്കാം x of k plus 1, y. സോ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് പകരം ഇതിനകത്ത് പറയാണ്, ഈ പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും നമ്മുടെ ഈ പിക്സൽ വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ D1 എന്നും ഈ പോയിന്റിൽ നിന്നും ഈ പിക്സൽ വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, D2 എന്നും കൊടുക്കുന്നു. അപ്പം രണ്ട് പിക്സലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ D1 എന്നും D2 എന്നും കൊടുക്കുന്നു. അപ്പം നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എവിടെയൊക്കെയാണ്, എക്സ് ഓഫ് കെയിലും y ഓഫ് കെയിലാണ്. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, എക്സ് ഇൻക്രീസ് ചെയ്യുന്നു ബൈ 1 എത്തുമ്പോൾ എന്ത് പറ്റും, എക്സ് ഓഫ് കെ പ്ലസ് 1 ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ y എന്ത് ചെയ്യുന്നില്ല, ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ y ഇൻക്രീസ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് തന്നെ പറ്റും, സെക്കൻഡ് പോയിന്റും ഇവിടെ തന്നെ ആയിരിക്കും വരുന്നത്. ഇനി y ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, സെക്കൻഡ് പോയിന്റ് ഇവിടത്തേക്ക് വരും. അപ്പം എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് ഓഫ് കെ പ്ലസ് 1 ആയിരിക്കും. പക്ഷേ y നെക്സ്റ്റിൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല. ബിക്കോസ് ഒന്നുകിൽ എന്താവാ, അത്
വൈ ഓഫ് കെ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ വൈ ഓഫ് കെ പ്ലസ് ഉണ്ടാവും. സോ വി ഹാവ് ടു ഡിസൈഡ് വിച്ച് വൺ ഈ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ ഇക്വേഷനകത്ത് നമ്മൾ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. എക്സിൻ്റെ നെക്സ്റ്റിൻ്റെ വാല്യൂ വൈ ഈസ് ഈക്വൽ ടു എം ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്, എക്സ് ഓഫ് കെ പ്ലസ് 1 പ്ലസ് സി. ഓക്കെ, അപ്പോൾ നമുക്ക് വൈയുടെ ഒരു ഇക്വേഷൻ കിട്ടിയാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഇനി ഇതിനകത്ത് നമ്മൾ രണ്ട് ഇത് കൊടുത്തായിരുന്നു, D1ഉം D2 രണ്ട് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം, ഫൈൻഡ് ചെയ്യണം. സോ നമുക്ക് ആദ്യത്തെ ഡിസ്റ്റൻസ് D1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടം വരെയുള്ളത് y ആണ്. സോ y മൈനസ് y ഓഫ് കെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്. അതായത് നമുക്ക് ഈ പർട്ടിക്കുലർ പോയിന്റ് വരെയുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്, y ആയിരിക്കും. അപ്പം ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടുന്ന D1 എന്ന് പറയുന്നത്. അപ്പം y മൈനസ് y ഓഫ് കെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഡിസ്റ്റൻസ്. ഇതെന്ന് പറയുന്നത് ഇത്രയും y ഓഫ് കെയും ഇത് y ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും, y മൈനസ് y ഓഫ് കെ. y മൈനസ് y ഓഫ് കെ വിച്ച് ഈസ് ഈക്വൽ ടു വൈയുടെ വാല്യൂ ഏതാണ്, നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, എം ഓഫ് എസ് കെ പ്ലസ് 1 പ്ലസ് സി മൈനസ് y ഓഫ് കെ. ഇതേപോലെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, D2 കണ്ടുപിടിക്കും. D2 എന്ന് പറയുന്നത് ഈ പോയിന്റ്. D2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇതെന്ന് പറയുന്നത് എത്രയാണ്, ഇവിടം വരെ y ഓഫ് കെ പ്ലസ് 1 ആണ്. y ഓഫ് കെ പ്ലസ് 1. അപ്പം D2 ഈസ് ഈക്വൽ ടു എന്ത് വരും, y ഓഫ് കെ പ്ലസ് 1 മൈനസ് ദിസ് y. ഇതിൽ നിന്നും ഇത് പറയും. സോ D2 ഈസ് ഈക്വൽ ടു y ഓഫ് കെ പ്ലസ് 1 മൈനസ് y വിച്ച് ഈസ് ഈക്വൽ ടു y ഓഫ് കെ പ്ലസ് 1 മൈനസ് വൈയുടെ വാല്യൂ എത്രയാണ്, എം ഓഫ് എക്സ് കെ പ്ലസ് 1 പ്ലസ് സി. അതെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മൈനസിനെ മാറ്റുന്നു, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു y ഓഫ് കെ പ്ലസ് 1 മൈനസ് എം ഇൻറ്റു എക്സ് ഓഫ് കെ പ്ലസ് 1 മൈനസ് സി. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ് ക്ലോസർ എന്നുള്ളതാണ്. അതായത് D1 ആണോ ക്ലോസർ, D2 ആണോ ക്ലോസർ. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്, സബ്സ്ട്രാക്ട് ചെയ്യുക. സബ്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുമ്പം D1 മൈനസ് D2 എന്ന്. അപ്പം നമുക്ക് രണ്ടിനെ സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പം D1 മൈനസ് D2 ഈസ് ലെസ് ദാൻ 0 ആണെങ്കിൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് ക്ലോസർ. D1 ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ക്ലോസർ ടു y ഓഫ് കെ എന്ന് പറയുന്നത്. ഇനി D1 മൈനസ് D2 ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്തായിരിക്കും, D2 ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ക്ലോസ് ആയിട്ട് വരുന്നത്. y ഓഫ് കെ പ്ലസ് 1 ആയിട്ടുള്ളത് ക്ലോസ് ആയിട്ട് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, y ഓഫ് കെ പ്ലസ് 1 എടുക്കണം. ഇനി D1 മൈനസ് D2 ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്ത് എടുക്കുന്നു, y ഓഫ് കെ തന്നെ എടുക്കുന്നു. D1 മൈനസ് D2 നമ്മൾ കണ്ടുപിടിക്കാം. D1 മൈനസ് D2 ഈസ് ഈക്വൽ ടു D1ൻ്റെയും D2ൻ്റെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ വിച്ച് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് ഓഫ് കെ പ്ലസ് 1 പ്ലസ് സി മൈനസ് y ഓഫ് കെ മൈനസ് y ഓഫ് കെ മൈനസ് 1 പ്ലസ് എം ഇൻറ്റു എക്സ് ഓഫ് കെ പ്ലസ് സി. നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ എം ഇൻറ്റു എക്സ് ഓഫ് കെ പ്ലസ് 1 ഇവിടെ ഉണ്ട് എന്ത്, എം ഇൻറ്റു എക്സ് ഓഫ് കെ പ്ലസ് 1. അതേപോലെ സിയുടെ വാല്യൂ എത്ര ഉണ്ട്, 2 ഉണ്ട്. അപ്പം നമുക്ക് അതിനെല്ലാം കൂടെ, അതേപോലെ y ഓഫ് കെയുടെ വാല്യൂയും എന്തുണ്ട്, 2 ഉണ്ട്. സോ D1 മൈനസ് D2 ഈസ് ഈക്വൽ ടു 2m into x of k plus 1 minus 2y of k plus 2c minus 1. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വീണ്ടും എന്തുണ്ട്, എം വരുന്നുണ്ട്. ഇപ്പം എമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എം ഈസ് ഈക്വൽ ടു
ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. സോ വിച്ച് വിൽ ആൾട്ടോ ഗെറ്റിംഗ് എ ഫ്ലോട്ട് റിസൾട്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇത് മാറ്റണം. അപ്പം ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഡെൽറ്റ എക്സ് കൊണ്ട് എന്താണ് രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ്സ് ബൈ ഡെൽറ്റ എക്സ്. അപ്പം നമ്മുടെ ഇക്വേഷൻ വരുന്നത് ഡെൽറ്റ എക്സ് ഇൻറ്റു d1 minus d2 is equal to delta x into 2 m ന് പകരം delta y by delta x into x of k plus 1 minus 2yk plus 2c minus 1. നമ്മളിതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും, ഡെൽറ്റ എക്സ് ഇൻറ്റു d1 മൈനസ് d2 ഈസ് ഈക്വൽ ടു, ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഡെൽറ്റ എക്സും ക്യാൻസൽ ആയി പോകും. സോ 2 delta y into x of k plus 1 minus 2 delta x into y of k plus 2 delta x into c minus delta x. ഈ ഇക്വേഷൻ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഡെൽറ്റ എക്സ് ഇൻറ്റു d1 minus d2 is equal to 2 delta y sk plus ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 ഡെൽറ്റ വൈ എന്നുള്ള ഒരു ടേം കൂടെ വരും. അപ്പം അതിനെ നമ്മളിവിടെ മാറ്റിയെടുക്കുന്നു. 2 ഡെൽറ്റ വൈ എസ് കെ മൈനസ് 2 ഡെൽറ്റ എക്സ് വൈ കെ പ്ലസ് 2 ഡെൽറ്റ, അതായത് ഇതിനകത്തൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഡെൽറ്റ വൈ പ്ലസ് 2 ഡെൽറ്റ എക്സ് സി മൈനസ് ഡെൽറ്റ എക്സ്. നമ്മളിതിനെ അകത്തേക്ക് മാറ്റും. ഇത് നമ്മൾ പറയുകയാണ് ഈ ഡെൽറ്റ എക്സ് ഇൻറ്റു d1 മൈനസ് d2 എന്ന് പറഞ്ഞ ടീമിനെ നമ്മൾ എന്തെടുക്കുന്നു, പി കെ എന്ന്. ദിസ് ഈസ് ദ ഡിസിഷൻ വേരിയബിൾ. ഡിസിഷൻ വേരിയബിൾ പി കെ എന്ന് കൊടുക്കുന്നു. ദെൻ 2 ഡെൽറ്റ വൈ എക്സ് കെ മൈനസ് 2 ഡെൽറ്റ എക്സ് വൈ. ഇപ്പം ഇത് ഡിസിഷൻ വേരിയബിൾ ആക്കുമ്പം ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 2 ഡെൽറ്റ വൈ 2 ഡെൽറ്റ എക്സ് സി ആൻഡ് ഡെൽറ്റ എക്സ് ഈ കോൺസ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, എലിമിനേറ്റ് ചെയ്യുകയാണ്. സോ we can eliminate these constant for decision making. കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനകത്ത് ഡിസിഷൻ മേക്കിങ്ങിനകത്ത് തന്നെ പ്രത്യേകിച്ച് റോൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഇത്രയും കോൺസ്റ്റന്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് ഇത്രയും എടുത്തെഴുതുന്നു. ദിസ് ഈസ് ദ ഡിസിഷൻ വേരിയബിൾ. അപ്പോൾ നമ്മൾ പി കെയുടെ വാല്യൂ നമുക്ക് കിട്ടി 2 ഡെൽറ്റ വൈ ഇൻറ്റു എക്സ് കെ മൈനസ് 2 ഡെൽറ്റ എക്സ് ഇൻറ്റു വൈ. ഇപ്പോൾ പി കെയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണ്. എന്തായിരിക്കും, വി ക്യാൻ ടേക്ക് ലോവർ വാല്യൂ ആൻഡ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അപ്പർ ലോവർ പിക്സലിനെ എടുക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അപ്പർ പിക്സലിനെ എടുക്കുകയാണ്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് പി കെ ആണ്. പി കെ ഈസ് ദ ഫസ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ. ഇപ്പോൾ ഫസ്റ്റ് വാല്യൂവിൻ്റെ ഡിസിഷൻ പാരാമീറ്റർ ആണ് പി കെ എന്ന് പറയുന്നത്. ടു ഫൈൻഡ് നെക്സ്റ്റ് പോയിന്റ്സ്, അടുത്ത പോയിന്റ്സ് എന്ത് ചെയ്യണം, നമുക്ക് അടുത്ത നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കതിന് പി കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇപ്പോൾ തൽക്കാലം വി ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ഇൻക്രീസിങ് എക്സ് വൈ വാല്യൂ ഓർ വൈ വാല്യൂ ടു വൈ ഓർ വൈ ഓഫ് കെ പ്ലസ് 1. അത് നമുക്ക് അറിയത്തില്ല, വൈ ആണോ ഇൻക്രീസ് ചെയ്യുന്നത് അതോ പ്ലസ് 1 ഇൻക്രിമെന്റ് ചെയ്യുന്നതല്ല. അപ്പോൾ നമുക്ക് തന്നെ പി നെക്സ്റ്റ് എന്ന് കൊടുക്കാം. സോ പി നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു, ഡെൽറ്റ വൈ എസ് കെ മൈനസ് 2 ഡെൽറ്റ എക്സ് വൈക്കാണ്. അപ്പം ഇതിന് പകരമായിട്ട് നമുക്ക് 2 ഡെൽറ്റ വൈ എക്സ് നെക്സ്റ്റ് മൈനസ് 2 ഡെൽറ്റ എക്സ് വൈ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ അത് കൊടുക്കാം. ഇനി നമുക്ക് ഡിസിഷൻ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പം പി നെക്സ്റ്റ് മൈനസ് പി കെ ഈസ് ഈക്വൽ ടു പി നെക്സ്റ്റ് മൈനസ് പി കെ ഈസ് ഈക്വൽ ടു എന്താണ് പി നെക്സ്റ്റ്, 2 ഡെൽറ്റ വൈ എക്സ് നെക്സ്റ്റ് മൈനസ് 2 ഡെൽറ്റ എക്സ് വൈ നെക്സ്റ്റ്
minus 2 delta y sk minus 2 delta x y. ഇനി എന്ത് ചെയ്യുന്നു? ഈ ബ്രാക്കറ്റിനെ മാറ്റുന്നു. സോ 2 delta y x നെസ്റ്റ് മൈനസ് 2 delta x y നെസ്റ്റ് മൈനസ് 2 delta y sk മൈനസ് മൈനസ് പ്ലസ് 2 delta x y. ഇനി എല്ലായിടത്തും എന്തുണ്ട്? 2 ഇവിടെയും 2 delta y ഇവിടെയുണ്ട്, ഇവിടെ ഒരു 2 delta y ഉണ്ട്. അതേപോലെ ഒരു 2 delta x ഇവിടെയുണ്ട്, ഇവിടെ ഒരു 2 delta x. അപ്പം നമുക്ക് ഈ 2 delta yയും 2 delta x എന്തെടുക്കാം? കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കാം. ഡെൽറ്റ വൈ കോമൺ എടുത്തു കഴിയുമ്പം ഡെൽറ്റ വൈ ഇൻറ്റു ഇവിടെ നിന്ന് പിന്നെ വരുന്നത് എക്സ് നെസ്റ്റ്, പിന്നെ വരുന്നത് മൈനസ് എക്സ് കെ. അതേപോലെ ഡെൽറ്റ എക്സിനെ കോമൺ മൈനസ് 2 delta x ഇൻറ്റു ഇവിടെ വരുന്നത് വൈ നെസ്റ്റ് മൈനസ് വൈ കെ. അപ്പോൾ ദിസ് ഈസ് ദ ഫൈനൽ ഫോം ഓഫ് ഡിഫറൻസ് ഇൻ ഡിസിഷൻ വേരിയബിൾ. നെക്സ്റ്റ് ഇനി നമ്മൾ കണ്ടീഷൻ കൊടുക്കണം. ഇഫ് പി നെസ്റ്റ് മൈനസ് പി കെ ഇസ് ലെസ് ദാൻ 0. പി നെസ്റ്റ് മൈനസ് പി കെ ഇസ് ലെസ് ദാൻ 0 എന്താവും? എക്സ് നെസ്റ്റ് വിൽ ബി എക്സ് ഓഫ് കെ പ്ലസ് 1 ആൻഡ് വൈ നെസ്റ്റ് വിൽ ബി റിമൈനിങ് വൈ ഓഫ് കെ. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ട് കണ്ടീഷൻസ്. എക്സ് നെസ്റ്റ് എക്സ് ഓഫ് കെ പ്ലസ് 1 ആവാം, വൈ നെസ്റ്റ് വൈ ഓഫ് കെയും ആവാം, വൈ ഓഫ് കെ പ്ലസ് 1. അപ്പം ലെസ് ദാൻ 0 ആണെങ്കിൽ വൈ ഓഫ് കെയും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വൈ ഓഫ് കെ പ്ലസ് 1 ആയിരിക്കും. ദെൻ ഈ ഇക്വേഷൻ അത് പി നെസ്റ്റിനെ നമ്മളൊരു സൈഡിലേക്ക് വെക്കുന്നു, മൈനസ് പി കെ എന്ത് ചെയ്യുന്നു? ദ നെസ്റ്റ് അതർ ഈക്വൽ ടു അതർ സൈഡിലേക്ക് കൊണ്ടുവന്നു. സോ പി നെസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് കെ അതർ സൈഡിൽ കൊണ്ടുവന്നു. സോ പി ഓഫ് കെ ആവും. ഈ പി നെസ്റ്റ് മൈനസ് പി ഓഫ് കെയിൽ നിന്നും പ്ലസ് 2 delta y ഇൻറ്റു ഈ ഇക്വേഷൻ 2 delta y ഇൻറ്റു എക്സ് നെസ്റ്റ് വരെ നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ് ഓഫ് കെ പ്ലസ് 1. എക്സ് നെസ്റ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് കെ പ്ലസ് 1. സോ പി നെസ്റ്റ് ഈസ് ഈക്വൽ ടു പി കെ പ്ലസ് 2 delta y ഇൻറ്റു എക്സ് ഓഫ് കെ പ്ലസ് 1 മൈനസ് എക്സ് ഓഫ് കെ. minus 2 delta x into y next will be remaining y of k. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട്. പിന്നെ വൈക്ക് മൈനസ് വൈക്ക് എന്താവും? 0 ആവും. സോ ദിസ് ടൈം വിൽ ബി ക്യാൻസൽഡ്. ദെൻ നമുക്ക് വരുന്നത് പി നെസ്റ്റ് ഈസ് ഈക്വൽ ടു പി കെ പ്ലസ് 2 ഡെൽറ്റ. ഇവിടെ എസ് കെ ഉണ്ട്, ഒരു മൈനസ് എസ് കെ ഉണ്ട്, അത് രണ്ടും ക്യാൻസലായി പോകും. സോ 2 delta y ഇൻറ്റു 1 2 delta y. സോ ഡെൽറ്റ വൈ എസ് കെ മൈനസ് ഡെൽറ്റ വൈ എസ് കെ 0 ആയി പോകും. സോ നമുക്ക് കിട്ടി പി നെസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് കെ പ്ലസ് 2 delta. This is the one equation. Next condition ആണ് P next minus P of K is greater than or equal to 0. 0 ആയി കഴിഞ്ഞാൽ എന്ത് വരും? എക്സിന്റെ ടേം വന്നിട്ട് P next is equal to PK plus എക്സിന്റെ വാല്യൂ എന്താകുന്നു? ഇക്വേഷൻ എക്സ് നെസ്റ്റ് ഈസ് എക്സ് ഓഫ് കെ പ്ലസ് 1. നമുക്ക് നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ തന്നെ x of k plus 1 minus xk, y of k y nest is equal to y of k plus 1 ആവും. അപ്പോൾ എക്സ് നെസ്റ്റിന്റെ വാല്യൂ നമുക്ക് പഴയ വാല്യൂ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 2 delta y തന്നെ വരുന്നു. ഇതേപോലെ തന്നെ എക്സ് ഓഫ് കെ പ്ലസ് 1 മൈനസ് എക്സ് ഓഫ് കെ വരും. ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 delta y എക്സ് ഓഫ് കെ പ്ലസ് 1 മൈനസ് 2 delta y എക്സ് ഓഫ് കെ വരും. അപ്പോൾ 2 delta y എക്സ് ഓഫ് കെയും മൈനസ് 2 delta എക്സ് കെയും ക്യാൻസൽ ആവും. ബാക്കി വരുന്നത് 2 delta y വരും. മൈനസ് 2 delta x ഇൻറ്റു y ഓഫ് കെ പ്ലസ് 1 മൈനസ് y ഓഫ് കെ വരും. ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പം പി നെസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് കെ പ്ലസ്
2 delta y minus 2 delta x. y of k minus y of k ഇവിടെ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. പകരം minus 2 delta x. This is the another decision parameter for the next values. Next one, what is the initial value of pk? നമുക്ക് എന്ത് ചെയ്യണം? pk യുടെ initial value നമുക്ക് കണ്ടുപിടിക്കണം. That is p1. So we will put as 2 delta y delta x into d1 minus d2 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമുക്ക് കിട്ടിയായിരുന്നു. ഇതാണ് നമ്മുടെ പി കെ എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഈ ഇക്വേഷനകത്ത് എക്സ് ഓഫ് കെക്ക് വരെ നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം നമുക്കിവിടെ പി കെ ഈസ് ഈക്വൽ ടു 2 delta y x1 minus 2 delta x y1 plus 2 delta y plus 2 delta x into c minus delta x നമുക്ക് ഇക്വേഷൻ വരും. ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ വരും. അപ്പം ഇതിനകത്ത് സി എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. അപ്പം സിയുടെ ഇക്വേഷൻ നമുക്കറിയായിരുന്നു. സി ഈസ് ഈക്വൽ ടു y1 minus delta y by delta x into x. നമുക്കറിയാം y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നാണ്. സോ ഇത് നമുക്ക് m1 x1 കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ എമ്മിൻ്റെ വാല്യൂ എന്താണ്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു x1 പ്ലസ് സി ആണല്ലോ. സോ ഇത് നമുക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സി ഈസ് ഈക്വൽ ടു എന്ത് വരും? y1 മൈനസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു x1. അപ്പോൾ ഈ വാല്യൂ നമുക്കിവിടെ സിക്ക് വരെ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ p1 ഈസ് ഈക്വൽ ടു 2 delta y x1 minus 2 delta x y1 plus 2 delta y plus 2 delta x into y1 minus delta y by delta x into x1 minus delta x. ഇനി നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുന്നു. സോ p1 is equal to, സോ അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു മൈനസ് 2 ഡെൽറ്റ വൈ എക്സ് വണ്ണും പ്ലസ് 2 ഡെൽറ്റ വൈ എക്സ് വണ്ണും. അപ്പോൾ ഇത് എന്താകും? ക്യാൻസൽ ആയി പോകും. പിന്നെ വരുന്നതൊരു മൈനസ് 2 ഡെൽറ്റ എക്സ് വൈ വണ്ണും പ്ലസ് 2 ഡെൽറ്റ എക്സ് വൈ വണ്ണുണ്ട്. അത് രണ്ടും ക്യാൻസൽ ആയി പോകും. പിന്നെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് p1 is equal to 2 ഡെൽറ്റ വൈ മൈനസ് ഡെൽറ്റ എക്സ്. ദിസ് ഈസ് ദ ഇനിഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നെക്സ്റ്റ് നമുക്ക് ഈ അൽഗോരിതം നോക്കാം. ബ്രെസൻഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം. ഫസ്റ്റ് നമ്മളിപ്പോൾ നോക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എം ഈസ് ലെസ് ദാൻ 1. അപ്പോൾ നമുക്ക് സ്ലോപ്പിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1ൽ താഴെയാണെങ്കിൽ അല്ലെങ്കിൽ 1ൽ കുറവാണെങ്കിൽ എങ്ങനെയാണ് അൽഗോരിതം വരുന്നത്? So step 1, input the line endpoint AP as x1 y1 and x2 y2. ഇപ്പോൾ ലൈനിൻ്റെ ഇൻപുട്ട് ആൻഡ് 2 പോയിന്റ്സ് ഉണ്ട്. എ ബി എന്ന് പറഞ്ഞ ലൈനിൻ്റെ ഇനിഷ്യൽ പോയിന്റ് x1 y1ഉം ലാസ്റ്റ് പോയിന്റ് x2 y2. സ്റ്റെപ്പ് 2, plot the first endpoint x1 y1, which means load the point into the frame buffer. ബഫറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പോയിന്റിനെ ലോഡ് ചെയ്യുന്നു. Next step 3, calculate the initial value of decision parameter pk arrow p0. So നമ്മൾ ആദ്യം x is equal to x1, y is equal to y1 എഴുതുന്നു. Then delta x ഉം delta y-യും കണ്ടുപിടിക്കുന്നു. x2 minus x1 and delta y is equal to y2 minus y1. Then p0 കണ്ടുപിടിക്കുന്നു, which is equal to 2 delta y minus delta x. Next step, each xk position starting from k is equal to 0, prefer the following test. First one, if p is less than 0 or negative, the next position for plotting the pixel is x is x of k plus 1 and y is y of k, and p of k plus 1 value is p of k plus 2 delta y. This equation നമ്മൾ നേരത്തെ ഡെറിവ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ if p is greater than 0 and positive, the next possible position is x of k plus 1 is k plus 1 and y of k plus 1 and p of k plus 1 is equal to p of k plus 2 delta y minus delta x. Step 5, plot the point of current xy position and
Next step 6, repeat step 4 through step 5, comma, delta x times until the second endpoint is reduced x is greater than or equal to x2. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയർ ഞാൻ അൽഗോരിതമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ 2 കണ്ടീഷൻസ് വരുന്നുണ്ട് നമുക്ക്. സ്ലോപ്പ് എം ലെസ് ദാൻ 1 വരാം, എം ഗ്രേറ്റർ ദാൻ 1 വരാം. ആദ്യം നമുക്ക് ഇപ്പോൾ നമ്മൾ നോക്കിയ എം ലെസ് ദാൻ 1ന്റെ കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ് എക്സ് ഈസ് ഈക്വൽ ടു x1, y ഈസ് ഈക്വൽ ടു y1, dx x2 minus y1, dy y2 minus y1. Then find p value or p0 value is equal to dy minus dx. While x is less than or equal to s2, put pixel x comma y. Otherwise x plus plus അല്ലെങ്കിൽ x ന്റെ value plus x plus 1 ആവും. If p value is less than 0, then what will have? P is equal to p plus 2 dy. Otherwise p value is greater than 0, p is equal to p plus 2 dy minus 2 dx, and y value will be y plus 1, y plus plus. Then repeat the step from here to here. This procedure is following. ഇനി m ഗ്രേറ്റർ ദാൻ 1 ആവുകയാണെങ്കിൽ എന്താണ്, ബാക്കി സ്റ്റെപ്സ് ഒക്കെ സെയിം ആണ്. നമുക്കിവിടെ ഡി വൈയുടെയും ഡി എക്സിൻ്റെയും വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നേ ഉള്ളൂ. പി ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ് 2 dy മൈനസ് ഡി എക്സ് ആയിരുന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 എന്ന കണ്ടീഷൻ വരുമ്പോൾ പി ഈസ് ഈക്വൽ ടു 2 dx മൈനസ് ഡി വൈ ആവുന്നു. പിന്നെ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ പിയുടെ ഇക്വേഷനകത്താണ്. പി ലെസ് ദാൻ 0 ആകുമ്പോൾ ഫസ്റ്റ് എം ലെസ് ദാൻ 1ലെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പി ഈസ് ഈക്വൽ ടു പി പ്ലസ് 2 ഡി വൈ ആയിരുന്നെങ്കിൽ എം ഗ്രേറ്റർ ദാൻ 1ന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് പി ഈസ് ഈക്വൽ ടു പി പ്ലസ് 2 ഡി എക്സ് ആണ്. അതേപോലെ പി ഗ്രേറ്റർ ദാൻ 0 ആവുകയാണെങ്കിൽ പി ഈസ് ഈക്വൽ ടു പി പ്ലസ് 2 ഡി വൈ മൈനസ് 2 ഡി എക്സ് ആയിരുന്നു എം ലെസ് ദാൻ 1ൽ. ഇനി എം ഗ്രേറ്റർ ദാൻ 1, അതായത് സ്ലോപ്പ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ പി ഈസ് ഈക്വൽ ടു പി പ്ലസ് 2 dx മൈനസ് 2 dy. വ്യത്യാസം നോക്കുക, 2 dy മൈനസ് 2 dx ആയിരുന്നെങ്കിൽ ഇവിടെ 2 dx മൈനസ് 2 dy ആണ്. ബാക്കി സ്റ്റെപ്സ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Bresenham'S ലൈൻ ഡ്രോയിങ് അൽഗോരിതത്തിൻ്റെത്. ക്വസ്റ്റ്യൻ, ഡ്രോ ദ ലൈൻ യൂസിങ് Bresenham'S അൽഗോരിതം വിത്ത് എൻ പോയിന്റ്സ് a 1,1 ആൻഡ് b 8,5. ഇതാണ് ക്വസ്റ്റ്യൻ അകത്ത്. അപ്പോൾ എയ്ക്കകത്ത് വരുന്ന കോർഡിനേറ്റ് പോയിന്റ്സ് ആണ് 1, 1. അപ്പോൾ വരുന്നത് x1, y1, ഇത് x2, y2. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഡി എക്സ് ഡി വൈയും കണ്ടുപിടിക്കുന്നു. സോ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്, x2 മൈനസ് x1. സോ x2 ഈസ് 8 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 7. Next dy is equal to y2 minus y1 which is equal to 5 minus 1 which is 4. നമുക്കിനി എന്താണ് സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് m is equal to dy by dx which is 4 by 7 is equal to 0.5. അപ്പോൾ നമുക്ക് കിട്ടി സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ 1. സ്ലോപ്പ് ലെസ് ദാൻ 1 ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്മൾ നേരത്തെ എഴുതിയ അൽഗോരിതത്തിൻ്റെ ചാർട്ട് എടുക്കുക. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്, എക്സ് ഈസ് ഈക്വൽ ടു x1 ആൻഡ് y ഈസ് ഈക്വൽ ടു y1. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു x1 എത്രയാണ് 1 ആൻഡ് y ഈസ് ഈക്വൽ ടു y1 1. നെക്സ്റ്റ് പിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. പി ഈസ് ഈക്വൽ ടു എന്താണ് 2 dy മൈനസ് ഡി എക്സ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാം പി ഈസ് ഈക്വൽ ടു P is equal to 2 dy minus dx which is equal to 2 into dy is 4 minus dx is equal to 7 which is 8 minus 7 which is equal to 1. 8 minus നമ്മൾ നെക്സ്റ്റ് പിയുടെ വാല്യൂ ആഡ് ചെയ്യും. നെക്സ്റ്റ് കണ്ടീഷൻ പുട്ട് പിക്സൽ x, y ഫിക്സ് ചെയ്യുന്നു. നെക്സ്റ്റ് എക്സ് പ്ലസ് പ്ലസ് എക്സിൻ്റെ വാല്യൂ പ്ലസ് 1 ആവും. സോ എക്സ് വിൽ ബിക്കം 2. നെക്സ്റ്റ് if p is less than 0, ഇപ്പോൾ p വാല്യൂ എന്താണ്, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പിയുടെ കൂടെ ഇക്വേഷൻ ലെസ് ദാൻ 0 ആയിരുന്നെങ്കിൽ എന്തായാലും
പി ഈസ് ഈക്വൽ ടു പി പ്ലസ് 2 dy ആണ്. അല്ലെങ്കിൽ എന്തായിരിക്കും പി ഈസ് ഈക്വൽ ടു പി പ്ലസ് 2 dy മൈനസ് 2 dx ആണ്. അപ്പോൾ നമുക്ക് 2 dy മൈനസ് 2 dx കണ്ടുപിടിക്കണം. സോ 2 dy മൈനസ് 2 dx is equal to 2 into dy value is 4 minus 2 into dx value is 7, which is equal to 8 minus 14, which is minus 6. അപ്പോൾ നമുക്ക് 2 dy minus dx കിട്ടി. അപ്പം പിയുടെ ഇക്വേഷൻ എന്താണെന്ന് പി ഈസ് ഈക്വൽ ടു പി പ്ലസ് 2 dy minus dx. സോ പി വാല്യൂ ഈസ് 1, ദെൻ പ്ലസ് 2 dy minus വരും minus 6. സോ 1 plus minus 6 is minus 5. ബിയുടെ വാല്യൂ കിട്ടി. അപ്പം നമ്മൾ എന്താകുന്നു വൈയുടെ വാല്യൂ വിൽ ബി y plus 1. സോ 1 plus 1 ഇറ്റ് വിൽ ബി 2. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു എക്സിൻ്റെ വാല്യൂ വീണ്ടും സ്റ്റെപ്പ് റിപ്പീറ്റ് ആയിട്ട് വരുന്നു. എക്സ് വിൽ ബിക്കം എക്സ് പ്ലസ് പ്ലസ് എക്സ് പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 3 ആൻഡ് പി വാല്യൂ വിൽ ബി ലെസ് ദാൻ 0. അപ്പോൾ ലെസ് ദാൻ 0 ആയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ എന്താണ് പി ഈസ് ഈക്വൽ ടു പി പ്ലസ് 2 dy. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 2 dy കണ്ടുപിടിക്കണം വിച്ച് ഈസ് ഈക്വൽ ടു 2 into 4 വിച്ച് ഈസ് 8. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പിയുടെ വാല്യൂ പി പ്ലസ് 2 dy വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 5 പ്ലസ് 8 വിച്ച് ഈസ് 3. അപ്പം വൈയുടെ വാല്യൂ എന്താണ് y വിൽ ബി സെയിം ആയിരിക്കും. സോ വിച്ച് ഈസ് 2. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ് എക്സിൻ്റെ വാല്യൂ എക്സ് പ്ലസ് 1 4 ആവുന്നു. പിയുടെ വാല്യൂ എന്താവുന്നു പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് പി പ്ലസ് 2 dy മൈനസ് ഡി എക്സ് വിച്ച് ഈസ് പി പ്ലസ് 2 dy മൈനസ് 6. സോ 3 minus 6 which is minus 3 and y value will be y plus 1. So 3. Next x in the value 1 increase ആവുന്നു 5 ആവുന്നു. Then p value will be minus 3 which is less than 0. So equation is p plus 2 dy. So 2 dy is 8. 2 dy is 8 and minus 6. 2 dy is 8. So minus 3 8 which is plus 8 5. So x value y value will be same. Next x value എന്താണ് 5 ന്റെ കൂടെ ഒന്ന് ഓടുന്നു 6 ആവുന്നു. p യുടെ വാല്യൂ 5 0 ആയാലും കൂടുതലായതുകൊണ്ട് ഇക്വേഷൻ p plus 2 dy minus dx. അപ്പോൾ എന്താവും 2 dy മൈനസ് 5 plus minus 6 minus 1. x in y യുടെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട് 1 ഇൻക്രീസ് ആവും. ദെൻ എക്സ് വാല്യൂ വിൽ ബി 7 6 plus 1 7. y വാല്യൂ എന്താവുന്നു p യുടെ വാല്യൂ മൈനസ് ആയത് 0 ആയേക്കാളും ചെറുതായതുകൊണ്ട് y വാല്യൂ സെയിം തന്നെ ആവും. ദെൻ p വാല്യൂ വിൽ ബി minus 6 minus 1 minus plus 7 minus 1 plus 8. നെക്സ്റ്റ് p വാല്യൂ എത്രയാണ് p വാല്യൂ 0 കൂടുതലാണ്ട് എക്സാം ഇക്വേഷൻ എന്താകുന്നു p പ്ലസ് 2 dy മൈനസ് ഡി എക്സ്. അപ്പം നമ്മുടെ എക്സ് വാല്യൂ 8 ആവുന്നു. പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് p വാല്യൂ എന്താകുന്നു പ്ലസ് 7 ആയതുകൊണ്ട് പ്ലസ് 7 മൈനസ് 6 വിച്ച് ഈസ് മൈനസ് 1 സോറി പ്ലസ് 1 ആൻഡ് ദിസ് വിൽ ബി y പ്ലസ്. അപ്പോൾ നമുക്ക് കിട്ടി 8, അപ്പോൾ നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻ ഏതായിരുന്നു ലാസ്റ്റ് കോർഡിനേറ്റ് വാല്യൂ 85 ആയിരുന്നു. അപ്പം ലാസ്റ്റ് വാല്യൂ 85 കിട്ടി. ഇതിട്ട് ലൈൻ പ്ലോട്ട് ചെയ്യാം. ഫസ്റ്റ് വാല്യൂ ഈസ് 1,1, സെക്കൻഡ് വാല്യൂ ഈസ് 2,2, തേർഡ് വാല്യൂ ഈസ് 3,2, ഫോർത്ത് വാല്യൂ ഈസ് 4,3, 5,3, next 6,4, 7,4 and 8,5. So we will get the line like this. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ഡി എക്സും ഡി വൈ കണ്ടുപിടിക്കുക, എം കണ്ടുപിടിക്കുക. ഇനി ലെസ് ദാൻ 1 ആണോ ഗ്രേറ്റർ ദാൻ 1 ആണോ നോക്കുക. ദെൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ അതുപോലെ എഴുതുന്നു, പിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. 2 dy മൈനസ് ഡി എക്സ് വെച്ചിട്ട് പിയുടെ വാല്യൂ ഉണ്ട്. ഇനി പിയുടെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഓരോ വാല്യൂ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പിയുടെ വാല്യൂ ലെസ് ദാൻ 0യോ ഗ്രേറ്റർ ദാൻ 0 അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് വാല്യൂസ്
പിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത്. ഇനി ഈ പിയുടെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് എഴുതുന്നത്, വൈയുടെ വാല്യൂ എഴുതുന്നത്. എക്സിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, എക്സ് പ്ലസ് അല്ലെങ്കിൽ എക്സ് പ്ലസ് വൺ വെച്ചിട്ടായിരിക്കും എക്സിൻ്റെ വാല്യൂസ് പോകുന്നത്. വൈയുടെ വാല്യൂസ് മാത്രമേ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ചേഞ്ച് ആയിട്ട് വരുന്നത്. ഇനി പിയുടെ വാല്യൂ ലെസ് ദാൻ 1 ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ, പി ഈസ് ലെസ് ദാൻ 0 ആവുകയാണെന്നുണ്ടെങ്കിൽ പിയുടെ വാല്യൂ പി പ്ലസ് 2dy പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആകുകയാണെങ്കിൽ പിയുടെ വാല്യൂ പി പ്ലസ് 2dy മൈനസ് ഡി. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ ലെസ് ദാൻ 0 ആകുകയാണെങ്കിൽ വൈയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു, സെയിം വാല്യൂ തന്നെ നമ്മൾ താഴേക്ക് എഴുതുന്നു. ഇനി ഗ്രേറ്റർ ദാൻ 0 ആവുകയാണെങ്കിൽ വൈയുടെ വാല്യൂ വൈ പ്ലസ് 1 ആവും, അതായത് 2 ആണെങ്കിൽ 2 പ്ലസ് 1 ആവും. ഇനി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. Question 1. Draw the line using Bresenham'S algorithm with the endpoints A 18,8 and B 28,16. 2. Draw a straight line from 35, 40 to 43, 45. Thank you.